ജിയോ ചെയ്തു ഞാൻ അവർ വന്ന സമയത്ത് ഭയങ്കര ഫ്രീയോട് ഫ്രീ. അപ്പം നമ്മൾ അല്ല അന്ന് നമ്മൾ 1 GB ഒക്കെ 250 രൂപ ഒക്കെ കൊടുത്ത മഹാന്മാർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ദിവസം 1.5 GB അത് ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും എടുത്തു. പിന്നെ സ്ലോലി അല്ല അത് അങ്ങനെ പറ്റില്ലല്ലോ, ശരി അപ്പോഴും നമ്മൾ ചില നമ്പറുണ്ട് ഒഴിവാക്കണ്ട, നിങ്ങൾ ഉപയോഗിച്ചോ. നമ്മളെല്ലാവർക്കും ഈ നമ്പർ കൂടെ കൊടുത്തു, അത്യാവശ്യം നമ്പറായി. ഇപ്പം പറഞ്ഞു അതെ ഒരു സിമ്മിന് മിനിമം ഒരു 50 രൂപയാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ 50 അല്ലേ പോട്ടെ. ഇപ്പം പറഞ്ഞു ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, 300 രൂപ ഒരു മാസം വേണം, ഞാൻ നമ്പർ കട്ട് ചെയ്യും. അപ്പോൾ മറ്റോ പറഞ്ഞു നീ ഇങ്ങനെ നമ്പർ കട്ട് ചെയ്യല്ലേ. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഫ്രീ ആയിട്ട് കാര്യം എടുപ്പിച്ചു, ആ നമ്പർ ജനങ്ങളെ കൊണ്ട് കൊടുപ്പിച്ചു. ഇത് മനഃശാസ്ത്രമാണ്. ഈ കൊടുത്തു കഴിഞ്ഞ നമ്പർ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പം നിങ്ങൾ ഒരേ സമയം ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാവരെയും 2 ഫോൺ വരുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്ക്. ഏറ്റവും മിനിമം അയാൾ ഒരു 300 രൂപ വെച്ച് 2 അടയ്ക്കണ്ടേ. ഇത് മനഃശാസ്ത്രമാണ്. പക്ഷെ ഇത് വന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കരുതിയത്, ഇത് ഭയങ്കര ലാഭമാണ്, അല്ല അയാൾക്ക് എങ്ങനെയൊക്കെ മുതലാന്ന്, എത്ര GB നമുക്ക് ഫ്രീ കിട്ടി. ഇതേ കാര്യം തന്നെയാണ് OTT ചെയ്യുന്നത്. അവർ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കെന്ത് ബോധം വേണം, നല്ല സിനിമകൾ, ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല, 100 ദിവസം ഓടേണ്ട സിനിമകളാണ് OTT കൊടുത്ത് നോക്കിയത്. ഇവിടെ തിയേറ്ററിൽ വലിയൊരു ആശ്വാസം ആവേണ്ട എത്രയോ സിനിമകൾ ഇങ്ങനെ പോയി. ഇത് പോകുമ്പോൾ എന്താണ്, തിയേറ്റർ അടച്ചു കൂട്ടും. ഈ തിയേറ്റർ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ എന്തായി, അങ്ങനെ ഒരു സിറ്റുവേഷൻ വെറുതെ റെഡിമെയ്ഡായിട്ട് ആലോചിച്ചു. അപ്പം നിങ്ങൾ ചിലവാക്കിയത് 50 കോടിക്കാണ്. നിങ്ങൾ കേരളത്തിൻ്റെ തിയേറ്ററിൽ ഇടുന്നു. ഇനി തിയേറ്റർ എന്താവുന്നില്ല, ഞാൻ മുൻകൂട്ടി പറയാണ്, മലയാള സിനിമ 90% മരിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് 2023 സന്തോഷത്തോടെ. നിങ്ങൾക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഈ ഇൻ്റർവ്യൂ എടുത്താൽ മനസ്സിലാവും. 90% മലയാള സിനിമ തീർന്നു, ഇനി 10% ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇവിടെയുള്ള തിയേറ്ററുകാരുടെ ഭൂരിഭാഗം അവസ്ഥ വെച്ചാൽ പലരും ശരിക്കും തിയേറ്ററൊക്കെ ഒന്നും കൂടെ അടിപൊളിയാക്കി ശരിക്കും ആ കൊറോണ പീരീഡിന് തൊട്ടുമുമ്പൊക്കെ ചെയ്ത തിയേറ്ററുകാരൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലാണ്. ഈ പൈസ മാസം അടയ്ക്കേണ്ട ബാങ്കിൽ. ഈ വർഷം 250 പടങ്ങളാണ് ഇറങ്ങിയത്. രോമാഞ്ചം 2018 പിന്നെ പ്രളയം, ആ ഒരു സംഭവം അല്ല അതൊന്നല്ല ഞാൻ പറയുന്നത്, തിയേറ്ററുകാർക്ക് എന്തെങ്കിലും കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ, സിനിമാ പ്രശ്നം തീർക്കണമെങ്കിൽ രാജമൗലി സാർ എല്ലാ മാസവും പടം എടുക്കേണ്ടി വരും. RRR ബാഹുബലി എല്ലാ മാസവും ഇതേപോലത്തെ സിനിമകൾ എടുക്കുക. വിജയും സൂര്യയൊക്കെ എല്ലാ മാസവും ഓരോരോ പടം ഇറക്കുകയാണ് ഒരു പരിധി വരെ ഒപ്പിച്ചു കൊണ്ടുപോകാം. എന്നിട്ട് മലയാള സിനിമ വെച്ചിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 250 സിനിമയിൽ 2 സിനിമ വിജയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ തിയേറ്റർ അടച്ചുപൂട്ടി പോയാൽ ഇവിടെ വരുന്നു, ഇനി മൾട്ടിപ്ലക്സ് മാത്രമേ കേരളത്തിലുണ്ടാവുള്ളൂ. നമ്മൾ സാധാ തിയേറ്റർ എന്ന സാധനം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഈ കപ്പൽ പോലത്തെ തിയേറ്ററൊക്കെ അതൊക്കെ 1970-ലും 1980-ലും, കാരണം വേറെ വിനോദ ഉപാധികൾ ഇല്ലാത്ത സമയത്താണത്. ആ TV വന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇളക്കം തട്ടി. കാരണം ഒരു എൻജോയ്മെൻറ്റിന് വരും. മറ്റിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലെന്ന് പറയുമ്പോൾ അച്ഛാ നമുക്കൊരു പടത്തിന് പോയാലോ, അമ്മയെ പോയാലോ എന്ന് പറയുമ്പോൾ എന്നാ വാടാ എന്നൊക്കെ പറഞ്ഞാൽ അടുത്തടുത്തൊക്കെ തിയേറ്റർ. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ലോങ്ങിലാണ് വരുന്നത് ഒന്ന്. പിന്നെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമേൻ്റെ ഒക്കെ ഒരു അവസ്ഥ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ അടിക്ക് തന്നെ ഇത്രയും സെൻറ്ററിലേക്ക് ഒരിപ്പോൾ 4 ആഴ്ചയ്ക്ക് അപ്പോഴേക്കും ഇവർക്ക് OTT കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ ഒരാഴ്ചയിൽ തന്നെ ആ സിനിമ നിങ്ങൾ കാണണം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. മനുഷ്യന്മാരെ കാര്യമില്ലേ, നമ്മൾ നല്ല ജോലീൻ്റെ തിരക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ശരിയല്ലേ, ചിലപ്പോൾ ഒരാൾക്ക് സുഖമില്ലാത്ത അവസ്ഥ, അങ്ങനെ പല അവസ്ഥ കൊണ്ട് നമുക്ക് ഈ ആഴ്ചയോ അല്ലെങ്കിൽ ഈ ഒരു മാസമോ ഈ സിനിമ കാണാൻ പറ്റിയില്ല വിചാരിച്ചു. നിങ്ങൾക്ക് വരുന്ന അതിനുശേഷം ഈ പടം ഇല്ല തിയേറ്ററിൽ. അതേസമയം മുമ്പത്തെ അവസ്ഥയിലാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 80 കൂടെ 90 കൂടെ ഒരു പടം ഇറങ്ങി, നല്ല പടം കേട്ടോ കാണാം, അത് 100-ാം ദിവസം അവിടെ ഉണ്ട്, 80-ാം ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം അവിടെ പോയി കാണാം. ഇനി അവിടെ മിസ്സായാലും നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ആ ഷോ വരുന്നുണ്ട്, അതിൻ്റെ അപ്പുറമുള്ള തിയേറ്ററിലുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ എല്ലാവരും ഒരു സിനിമ 2-ാം പ്രാവശ്യം കാണാൻ നിങ്ങൾക്ക് സമയമില്ല, കാരണം അപ്പോഴും പടം മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ ടോട്ടലി ആ സിനിമയ്ക്ക് നഷ്ടമല്ലേ വരുത്തുന്നത്, നിങ്ങൾ അർഹിച്ച സാധനമില്ലേ നിങ്ങൾക്ക് മിസ്സാവുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഇത് സൂപ്പർ താരങ്ങളോ ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ കാര്യമാണ് പറയുന്നത്. ചെറിയ ബജറ്റിലെടുക്കുന്ന സിനിമക്കാർക്ക് ഇത് വലിയ പ്രശ്നമല്ല. ഇതാണ് 2015 സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യം. ദാറ്റ് ഈസ്, നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക, വലിയ പൈസ മുടക്കാതെ സിനിമ എടുക്കുക, അത് OTT കൊടുത്താലും. കാരണം അത് ഏത് കാലത്തും ഞാൻ പറയുന്നു, ഏത് കാലത്തും ഒരു പടത്തിന് ചേട്ടാ ഒരു 50 ലക്ഷം 1 കോടി എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്തും അവർ അതിൻ്റെ ബിസിനസ് നമുക്കത് ഓക്കെയാണ്. ഈ 100 കോടി 200 കോടി പറയുമ്പോഴാണ് അവർക്കും ഇത് വരുന്നത്. മാത്രമല്ല ഇനി അവൻ്റെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇത് വന്നു. ഞാൻ പറഞ്ഞു ശരി, കാരണം ആ പൈസയല്ലേ അവർക്ക് റിട്ടേൺ ആവശ്യമുള്ളൂ. നിങ്ങൾ 20 ലക്ഷത്തിന് എടുത്തെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 ലക്ഷം എന്ന് പറയുന്നത് ഈ രീതിയിൽ നല്ല കണ്ടന്റ് നല്ലതാണ്. നിങ്ങൾക്ക് ആളെ പിടിക്കുമെങ്കിൽ എത്ര വലിയ നടനും വേണമെന്നില്ല, നല്ല സ്ക്രിപ്റ്റും അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിയും ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി.
ഇതാണ് കുറച്ചുകൂടെ സേഫ്. എല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സന്തോഷ് പണ്ഡിറ്റ് എന്തുകൊണ്ട് ഈ ഒരു വഴി, നിങ്ങൾക്ക് ഏത് വഴിയാണോ നിങ്ങൾക്ക് തോന്നിയത് ആ വഴി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിയാണ് ഭാവിയിലേക്കുള്ളത്. കറക്റ്റ്. ഞാൻ ചെയ്ത് കറക്റ്റ് അല്ലേ? ഇപ്പോൾ 10 ലക്ഷം എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ അഹങ്കാരം പറയില്ല. നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്ക്, 31 ലക്ഷം 56 ലക്ഷം. കാരണം അപ്പോൾ നിങ്ങൾ ഇതിന്ന് ഇത്ര പൈസ കിട്ടാണ്ടോ? ഞാൻ പറഞ്ഞു ചേട്ടാ അധികമൊന്നും കിട്ടാനില്ല, 1 ലക്ഷത്തിന് 5000 വിചാരിച്ചു. 10 ലക്ഷം ആൾ കണ്ട 50,000 കിട്ടി. ആകെ ഒരു സിനിമേൻ്റെ ഒരു വീഡിയോ ആണ് 100 ഒരു സിനിമ കട്ട് ചെയ്ത്. ചിലത് എല്ലാം അങ്ങനെ പോകണമെന്നില്ല, ചിലത് നന്നായി പോകും. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഈ മുതൽ മുടക്ക് പിടിക്കാം. ഞാൻ ഇവിടെ തിയേറ്ററേ നോക്കുന്നില്ല, തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ബോണസാണ്. ഇതാണ് സംഭവം. ബാക്കിയുള്ളവർ തിയേറ്റർ മെയിനും ഈ സോഷ്യൽ മീഡിയ ബോണസുമാണ്. സന്തോഷ് പണ്ഡിറ്റിനെ സോഷ്യൽ മീഡിയ മെയിനും തിയേറ്റർ ബോണസും. പക്ഷെ ഞാൻ എന്നും സേഫ് സൈഡിൽ കളിക്കും. അപ്പം ഇത് വേറെ ഒരു നടൻ ഇത് പറ്റൂല. കാരണം അവർ വാങ്ങുന്ന പൈസ തന്നെ 6 കോടി ഇതൊക്കെയാണ്. അപ്പോൾ അതും സോഷ്യൽ മീഡിയയിൽ എന്ത് അലോക്യം പറഞ്ഞാലും കിട്ടില്ല. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ഈ ബിഗ് ബഡ്ജറ്റും മറ്റുള്ള സിനിമകൾ ഒരു 5-10 വർഷത്തിന് ശേഷം മലയാള സിനിമയിൽ ഒരു ബോധമുള്ളവൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടം എടുക്കാത്ത അവസ്ഥ വരും. കാരണം അത് ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ, ഇന്നത്തെ ദിവസങ്ങൾ ഓക്കെയാണ്. ഈ OTTക്ക് മതിയായ സബ്സ്ക്രൈബേഴ്സ് വന്നു. എക്സാമ്പിൾ, കേരളത്തിൽ 50 ലക്ഷം ആൾക്കാരാണ് സിനിമ കാണുന്നവരുടെ, ഈ 50 ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു സംഘടിപ്പിച്ചു. അന്ന് മുതൽ ഇവൻ്റെ പടം എടുത്താലും പുതിയ സബ്സ്ക്രൈബേഴ്സ് വരാനില്ല, ഓൾറെഡി ഉള്ളവരേ ഉള്ളൂ. മാക്സിമം ഈ പടം വരുന്നില്ലെങ്കിൽ എന്താണ് ആൾക്കാർ ചേട്ടാ ഈ സിനിമ എന്താ വരാത്തത്? തിയേറ്ററിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇടാമെന്ന് കരുതി, തീർന്നു. തിയേറ്റർ ഇവിടെ വേണ്ടേ? വെറും മൾട്ടിപ്ലസ് വരുമ്പോൾ എന്താണ്, ഞാൻ മൾട്ടിപ്ലസിനെതിരല്ല. ഇവിടെ സാധാരണക്കാരൻ എങ്ങനെ അവിടെ റീച്ച് ചെയ്യാൻ പറ്റും? അതെ, അവിടെയാണ് വരുന്നത്. ഈ മൾട്ടിപ്ലസ് എത്ര എണ്ണം പൂട്ടിപ്പോയിട്ടുണ്ട്? എത്രയോ പൂട്ടിപ്പോയി. ഈവൻ എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ. കാരണം വെച്ചാൽ 100 സീറ്റേ ഉള്ളൂ. ഈ 100 സീറ്റ് അവിടെ അയാൾ പറയും ഈ 100-ൽ ഒരുത്തനെങ്കിൽ വരണ്ടേ, തീർന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്? OTT പോലത്തെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരും അതിനെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കരുതായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ആലോചിക്കും, ഇപ്പോൾ സിനിമാ സംസ്കാരം മാറിയില്ലേ? ഇപ്പോൾ സിനിമ 2 ദിവസം അടച്ചിട്ടു. ഇപ്പോൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ 7-8 അടക്കായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഈ സിനിമ അല്ല ഞാൻ പറഞ്ഞത് 2 ദിവസം ഇങ്ങനെ അടച്ചിട്ട കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് പറയാം ഓ അവൻ തുറന്നാലും കണക്കാം. അല്ല ഞാൻ നോക്കുന്ന ഒരു ട്രെയിനിലെ ഒരു അതിൽ പോലും ആളുകൾ പറഞ്ഞു അവൻ സ്ഥിരമായി അടച്ചിട്ടോട്ടെ. ഞാൻ വിചാരിക്കും അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരുത്തനെ പോലും ആ 2 ദിവസം അടച്ചിട്ട് കഷ്ടായില്ലേ എനിക്ക് സിനിമ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഒരുത്തൻ പോലും പറയുന്നില്ല. അല്ല ആലോചിച്ച് നോക്ക്, ഇതേ കാര്യം ഈ കൊറോണ പീരീഡിൽ, ഞാൻ മനഃശാസ്ത്രമാണ് പറയുന്നത്, കൊറോണ പീരീഡിൽ മദ്യം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ചിലർ ആത്മഹത്യ ചെയ്തു. പോട്ടെ, ഇവിടെ തിയേറ്റർ അടച്ചിട്ടു, ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തോ? ഇതൊന്നും ഈ സിനിമയൊന്നും അത്യാവശ്യമല്ല. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം മുൻകൂട്ടി കാര്യങ്ങളെ കണ്ടു കളിച്ചില്ലെങ്കിൽ, ഞാൻ OTT കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആ സംസ്കാരത്തിലേക്ക് വഴുതി മാറാതെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമായിരുന്നു. നമ്മൾ ചെയ്ത എന്താണ്, നല്ല കിടിലൻ സിനിമകൾ നിങ്ങൾ അവിടേക്ക് കൊടുത്തു. അത് കണ്ട് ആസ്വദിച്ച ജനങ്ങൾ വരും. വെറുതെ ഇനിയിപ്പോൾ ഒരു നല്ല സിനിമ ഇറങ്ങി ഇങ്ങോട്ട് വരിക നല്ല പടം, അപ്പം നിങ്ങൾ ആലോചിക്കും 2 ആഴ്ച കഴിഞ്ഞാൽ അതിപ്പോൾ OTT വരില്ലേ? എല്ലാവരും ചിന്താഗതി അതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, പിന്നെന്താ, ഞാനിപ്പോൾ എക്സ് എന്ന് പറഞ്ഞ നടൻ്റെ അടുത്ത ആരാധകനാണ്. എക്സ് ഏത് പടമായാലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. എൻ്റെ എക്സിന് ആദ്യത്തെ ദിവസം എത്ര കിട്ടി? അത് ചെറിയ ശതമാനം ആളുകളല്ലേ അങ്ങനെയൊക്കെയുള്ളൂ. ജനറലി ഒരാൾ എങ്ങനെയാണ് പല ജോലിൻ്റെ ഇടയിലല്ലേ ഇത് ചെയ്യുന്നത്. 100%. അപ്പോൾ ഈ 2015 ശരിക്കും സന്തോഷ് പണ്ഡിറ്റ് ചെയ്തത് 2023 2030 മുൻകൂട്ടി കണ്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് അന്ന് പലർക്കും മനസ്സിലായി. ഇപ്പോഴും ഞാൻ OTTയെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഈ 2 വർഷം മുമ്പ് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞോളൊന്നുമല്ല OTT വന്നിച്ചിട്ട് മലയാള സിനിമയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിന് ഇപ്പം മറുപടി കിട്ടിയില്ലേ? പക്ഷെ ആ കമൻറ്റ് എഴുതിയവൻ ഇപ്പം മറുപടി കിട്ടിയില്ലേ?